അടീനിയം പൂക്കൾക്ക് വെണ്ടയ്ക്കയാണോ വിത്തായിട്ട് പിടിച്ചു വരുന്നത്? നോക്കിയേ, വിളഞ്ഞ് ഒരു പരുവായി നിൽക്കുക വെണ്ടയ്ക്ക. ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ അവരിങ്ങനെ നട്ടിട്ടിരിക്കും കേട്ടോ. ഇതൊക്കെ കണ്ടോ, വിളഞ്ഞ് ടൈറ്റായി നിൽക്കുക. അടീനിയത്തിൻ്റെ വിത്തെന്ന് പറഞ്ഞാൽ ഇതാണ്. പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വിത്തുകളൊന്നും കാണുന്നില്ല, ചെറിയ കുരുപ്പുള്ള വിത്തുകളാണ് ഇതിൽ കാണുന്നത്. വളരെ മോശമായിട്ടുള്ള വിത്താണ് കേട്ടോ. കുറച്ചുകൂടെ വലിപ്പമുള്ള നല്ല വിത്താണെങ്കിലേ നമുക്ക് അടീനിയം തൈകളെ മുളപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതെന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു കായാണ്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ വിത്തുകൾ നമുക്ക് മുളപ്പിച്ചെടുക്കാം. ഹായ്, തുമ്പി ട്രാവലിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, ഇന്ന് നമ്മളൊരു അടീനിയം പൂവിൻ്റെ ഒരു വീഡിയോ കാണിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ വലിപ്പമുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു പ്ലാന്റിലെ അടീനിയം പൂക്കളെ നമുക്ക് കാണാം. തനിച്ചായോണ്ടേ വീഡിയോ എടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് എവിടെയെങ്കിലും കൊണ്ട് മൊബൈൽ കുത്തി നിർത്തിയിട്ടൊക്കെ ആയിരിക്കും ഞാൻ ഇതുപോലെയൊക്കെ ഇരുന്ന് സംസാരിച്ചൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല പ്ലാന്റുകളാണ്. അടുക്കിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ നമുക്ക് ആദ്യം കാണാം. അടീനിയത്തിൻ്റെ അടുക്ക് പൂവാണ് ആദ്യം നമ്മൾ കണ്ടിട്ടുള്ളത്. മനോഹര രീതിയിൽ പൂത്തു നിൽക്കുന്ന ഒരു സുന്ദരിയാണ് ഇവിടെ നിൽക്കുന്നത്. വേറെ ഒന്നും കാണാനില്ല, ഒറ്റ പൂവാണ് ഞാനിവിടെ കണ്ടിരിക്കുന്നത്, ഒറ്റ തൈയാണ് കണ്ടിരിക്കുന്നത്. മുന്നോട്ട് ചെല്ലുമ്പോഴറിയാം നമുക്ക് ഏതെല്ലാം തരത്തിൽ പൂക്കളുള്ള കാര്യം. അതുപോലെ തന്നെ സ്റ്റാറായിട്ട് വൈറ്റ് ചേർന്നിട്ടുള്ള റോസ് ഇതാ ഇവിടെ നിൽക്കുന്നത്, ആ ഒരു കളറാണ് കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ടുള്ളത് വൈറ്റ് കളർ തന്നെ, ഷെയ്ഡെന്ന് പറഞ്ഞാൽ ചെറിയ റോസ് കളർ ചേർന്നതാണ്. അതൊക്കെ വെറൈറ്റി ആയിട്ടുണ്ട്. അത് ഒരുപാട് ഇവിടെ നമുക്ക് കാണാം. വെള്ളയിൽ ഷെയ്ഡുള്ള റോസ്, അത് നിറയെ പൂത്ത് പിടിക്കുന്ന പൂക്കളാണ്. അടീനിയം നിറയെ ഉണ്ട്. ഇവിടെ ഒരുപാട് പ്ലാന്റ് ഉണ്ട്. പല സ്ഥലങ്ങളിൽ പോയാലും പ്ലാന്റുകൾ ശരിക്കുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒരുപാട് നടന്ന് പോകേണ്ടായിരിക്കും. അതാണ് ദൂരത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാനിതുപോലെ നടന്നു പോയി എടുക്കുന്നതാണ്. എല്ലാവരും നല്ലൊരു സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബർ ചെയ്യാനോ ബെല്ലമർത്താനോ മറന്നു പോകാതെ നല്ലൊരു സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വെള്ളയിൽ, അതായത് വൈറ്റിൽ ഷെയ്ഡുള്ള റോസാണ് ഇവിടെ ഒരുപാട് പൂവ് നമുക്ക് കാണാൻ പറ്റുന്ന തൈകളും അതാണ് കേട്ടോ. ഈ പ്ലാന്റിൽ അതാണ് കൂടുതൽ നട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കാണുന്നതും അത് തന്നെയാണ്. നിറയെ പൂത്ത് പിടിക്കുന്ന ചൂടിൻ്റെ സുന്ദരികളാണ് ഇവിടെ വിളയാടി നിൽക്കുന്നത്. വെള്ളത്തിന് കൊതിയില്ലാത്ത പ്ലാന്റാണ് അടീനിയം. ഇവിടെ ഉള്ളതും നട്ടിരിക്കുന്നതൊക്കെ അത് തന്നെയാണ്. അതുപോലെ തന്നെ പില്ലുകളും അടീനിയം പൂക്കളും അടീനിയം തൈകളും എല്ലാം കൂടെ കൂട്ടിക്കലർന്ന് വളർന്ന് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഭാഗങ്ങളിൽ കാണുന്നത്. അതുപോലെ തന്നെ സൂക്ഷിക്കണം, പാമ്പുകളോ ഇഴജന്തുക്കളൊക്കെ കാണാൻ വളരെ ചാൻസ് കൂടുതലാണ്. അങ്ങനെ നല്ല കണ്ടോ, ഇത് കണ്ടോ, അടിപൊളിയല്ലേ? കട്ടും ചോപ്പിൽ നിറഞ്ഞാടി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇദ്ദേഹം ഒന്ന് ഒഴിഞ്ഞു മാറിയാണ് ഇവിടെ പൂത്ത് നിൽക്കുന്നത് കേട്ടോ. എല്ലാവരും മുന്നിൽ പൂത്ത് നിൽക്കാതെ വളരെ ദൂരോട്ട് മാറി നിന്ന് പൂത്ത് നിൽക്കുന്നതാണ്. എനിക്ക് യാത്രകൾ ചെയ്ത് വീഡിയോ ഇതുപോലെ കാണിക്കാനാണ് വളരെ ഇഷ്ടം കേട്ടോ. യാത്രയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതാണ് ഈ നടന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ട് എനിക്ക് നല്ല വീഡിയോകൾ കിട്ടുന്നതും നിങ്ങളുടെ ഒരു നല്ല സപ്പോർട്ടോടെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ കണ്ടോ, എന്ത് കുലകളായിട്ട് പൂത്ത് നിൽക്കുന്നറിയോ, അടിപൊളിയായി. ഇവിടുത്തെ പ്ലാന്റിലെ പൂക്കളെ നിങ്ങൾ കാണുന്നുണ്ടോ? അടീനിയം എന്തൊരു കാഴ്ചയിൽ ഇവിടെ പൂത്ത് കിടക്കണമെന്നറിയോ, ഒരുപാട്. ഇനിയിപ്പോൾ സീസണാണ്, അതായത് ഇപ്പം ജൂൺ ജൂലൈയിലൊക്കെ ആയി വരുമ്പോൾ ഒരുപാട് പൂക്കും. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വന്ന് കാണാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇത്രയും ഈ അടീനിയം പൂക്കളൊക്കെ പൂക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങളോട് ശത്രുക്കളായിട്ടാണ് അടീനിയം പൂക്കൾ കാണുന്നതെന്ന് തോന്നുന്നു ഇപ്പോഴും കേട്ടോ. പൂവിനെ ഇഷ്ടമില്ലായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അതങ്ങനെയായിരുന്നു. ഇപ്പോഴ് തിരിച്ച് ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോഴോ നല്ല ചൂട് ടൈമിലാണ് ഇവിടെ നമുക്ക് ഈ അടീനിയം പൂക്കളെ കാണാൻ പറ്റുന്നത്. പിന്നെ നല്ല വെയിൽ വരുന്നുമ്പേ നമുക്ക് വീഡിയോ എടുത്തിട്ട് തിരിച്ച് പോകേണ്ടായിരിക്കും, നടന്ന് പോകേണ്ടായിരിക്കുകയാണ് കേട്ടോ. അത് എടുത്ത് പറയണം. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നടന്നാണ് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ വീഡിയോ എടുക്കാൻ പോകുന്നത്. കിലോമീറ്ററോളം നടക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു എന്താ പറയുക, സപ്പോർട്ട് നന്നായിട്ടുണ്ടെങ്കിലേ നമുക്കതുപോലെ വീഡിയോ എടുക്കാൻ പോകാൻ പറ്റുള്ളൂ. വൈറ്റ് കളറിൽ ഷെയ്ഡ് റെഡാണേ, നോക്കിയേ, അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതേ വൈറ്റ് കളറിൽ ഷെയ്ഡ് റോസായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. ഇതാ ഇതുപോലെ തന്നെ കടും റെഡ് കളർ, അതൊക്കെ കലക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല പൂവാണ്.
തൊട്ടടുത്തായിട്ട് ഇതാ നോക്കിയേ, മനോഹരം കേട്ടോ. നല്ല റോസിൽ ആ ഒരു അതിൻ്റെ സെൻറ്റർ നോക്കിയുണ്ട്, ഒരു ചെറിയ മഞ്ഞപ്പ് കാണുന്നുണ്ടോ, മഞ്ഞായിട്ട് അതൊക്കെ കലക്കിയിട്ടുണ്ട്. അതായത് റോസിൽ ഷെയ്ഡുള്ള റെഡാണ്, കിടുവായിട്ടുണ്ട്. നല്ല പൂക്കളായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന മനോഹര വെറൈറ്റി രീതിയിലാണ് ഇവിടെ പൂത്ത് നിൽക്കുന്നത്. നോക്കിയേ, എന്തുമാത്രം നല്ല പൂക്കളെന്നറിയാം കാണാൻ തന്നെ. അതുപോലെ തന്നെ ഈ പ്ലാന്റിലും 4 or 5 വെറൈറ്റി രീതിയിലുള്ള പൂക്കളെ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ മോശമായിട്ടുള്ള ഒറ്റ കളറോ 2 കളറോ അങ്ങനെയൊന്നുമല്ല, ഒരു 3-4 കളറിലായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന പൂക്കൾ. അതുപോലെ നല്ല സൂപ്പറായിട്ട് നല്ല വൈറ്റ് കളറിൽ പൂത്ത് നിൽക്കുന്ന ഒരു മനോഹര സുന്ദരികളും ഇവിടെ ഉണ്ട്. അതും ഒരു വെറൈറ്റി സംഭവം തന്നെയാണ്. അടുക്കിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒറ്റ സുന്ദരിയെ കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനിയും ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.